ഹലോ, ഞാനിന്ന് വളരെ ഈസിയും ടേസ്റ്റിയുമായ ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതിനായി ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒരു കോഴിമുട്ട ആഡ് ചെയ്യുക. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുക. ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ എസൻസാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം 1/4 കപ്പ് ഷുഗർ, ഞാൻ മെഷറിംഗ് കപ്പിൽ ഒരു 1/4 കപ്പ് ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം 1 പിഞ്ച് സോൾട്ട് കൂടി ആഡ് ചെയ്യുക. ഇത്രയും ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഷുഗർ നല്ല മെൽട്ടാവണം, അതിനനുസരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ടു ഒരു 2 ടേബിൾ സ്പൂൺ വരെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണാണ് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യേണ്ട, സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ വരെ പോകാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓയിലും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് കമ്പൈൻ ആയതിന് ശേഷം ഞാനിതിലേക്ക് നെക്സ്റ്റ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. നമ്മളിതിൽ വാട്ടർ യൂസ് ചെയ്യാറില്ല. ഇപ്പം മിൽക്ക് ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മിൽക്ക് യൂസ് ചെയ്യണ്ട. അപ്പം ഞാൻ ഇവിടെ എനിക്ക് ബോട്ടിൽ മിൽക്കാണ് അവൈലബിൾ. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് അവനിൽ ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വാം ആക്കി എടുക്കും. എന്നിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നമ്മൾ കോൾഡ് മിൽക്ക് യൂസ് ചെയ്യണ്ട. അപ്പം നമുക്ക് മിൽക്കിന് സത്യം പറഞ്ഞാൽ അതിനൊരു മെഷർമെൻറ്റ് ഇല്ല. അത് നമ്മുടെ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അതിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് കുറച്ച് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ മൈദയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദ, നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഫ്ലാറ്റാക്കി എടുക്കുക. നമ്മുടെ മൈദ ഇങ്ങനെ കുമ്മിഞ്ഞെടുക്കരുത്. അപ്പോൾ ഫ്ലാറ്റാക്കി എടുത്ത് ആ മൈദയും കൂടി ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ്. അപ്പം ഞാൻ ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമുക്ക് മിക്സ് ചെയ്ത് അതിൻ്റെ നന്നായിട്ട് മിക്സായി ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമുക്കത് ലംസൊക്കെ മാറുമ്പോൾ നമുക്ക് ആ ഒരു ബാറ്റർ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അപ്പം ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ലംസ് ഇല്ലാതെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാൻ ചൂടാക്കുക. ഒരു നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എങ്കിലേ കറക്റ്റായിട്ട് അതിലൊന്ന് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാനും ഒക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പം ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഷുഗർ എടുത്ത ആ സെയിം കപ്പ് തന്നെ, 1/4 കപ്പിൻ്റെ ആ ഒരു അളവിലാണ് ഞാൻ ബാറ്റർ ഒഴിക്കുന്നത്. അപ്പോൾ ആ ബാറ്റർ ഞാൻ ജസ്റ്റ് പാൻ ഓവർ ഹീറ്റ് ആവണ്ട, ഇങ്ങനെ പുക വരുന്ന ആ ഒരു ഹീറ്റ് ആവണ്ട. ജസ്റ്റ് ഒന്ന് പാൻ ചൂടാകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പാൻ കേക്ക് അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇച്ചിരി ചൂടാകുമ്പോൾ, പാനൊന്ന് ജസ്റ്റ് ചൂടാകുമ്പോൾ ആ ഒരു 1/4 കപ്പ് മെഷർമെൻറ്റിൽ നമുക്ക് 1 കപ്പ് കറക്റ്റായിട്ട് ഞാൻ പാൻ കേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കറക്റ്റ് തിക്നെസ്സും അതേപോലെ തന്നെ എല്ലാം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. കാരണം അതിൻ്റെ മേലെ ഹോൾസ് വരണം. നമ്മൾ ഹോൾസ് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഹോൾസ് വന്നിട്ട് അതൊന്ന് ഡ്രൈ ആവണം. മേലെ ഭാഗം ഡ്രൈ ആയാൽ മാത്രമേ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാവൂ. ഫ്ലിപ്പ് ചെയ്യണമെന്നും ഇല്ല, ബട്ട് ഞാനൊന്ന് ഫ്ലിപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു വെറ്റ്നെസ് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ എത്ര പാൻ കേക്ക്സ് വേണോ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ മൂത്ത മോളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡിഷാണ്. സോ ഞാനിപ്പം എൻ്റെ ഇളയ മോൾക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ മൂത്ത ആൾക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഡയറ്റ് ആയതുകൊണ്ട് ഞാനത് അങ്ങനെയുള്ളൊരു സാധനങ്ങൾ കഴിക്കാറില്ല. ഷുഗർ കട്ടാണേ. അപ്പോൾ ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിത് ഇത് നമുക്ക് ചോക്ലേറ്റ് സിറപ്പിൻ്റെ കൂടെയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഹെർഷീസ് ചോക്ലേറ്റ് സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെയോ പിന്നെ നമുക്ക് ഹണി ഉണ്ടല്ലോ, ഹണിയുടെ കൂടെയോ സെർവ് ചെയ്യാം. നമുക്ക് ഏതിൻ്റെ കൂടെ ആയിരുന്നാലും നല്ല കോമ്പിനേഷനാണ്. എൻ്റെ മോൾക്ക് മോസ്റ്റ്ലി അവൾ പ്രിഫർ ചെയ്യുന്നത് ഹെർഷീസ് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പാണ്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ, വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഓക്കെ, അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു.